നാട്ടിലെ പഴം, അത് നാട്ടിൽ വളർത്തിയ ഒരച്ഛൻ, അത് നാടാകെ എത്തിക്കുന്ന മക്കൾ. പശ്ചിമഘട്ട മലനിരകളിൽ കാണുന്ന മൂട്ടിപ്പഴമാണ് ബേബി സ്വന്തം പറമ്പിൽ നട്ടു വളർത്തിയത്. കാട്ടിൽ മാത്രം കാണുന്ന മൂട്ടിപ്പഴം, പഴം മരത്തിന്റെ മൂട്ടിലും കായ്ക്കുന്നത് കൊണ്ടാണ് ഈ മരത്തിന് ആ പേര് വന്നത്. ബേബി ഇത് പറമ്പാകെ നട്ടു. 2018 ശേഷം ബേബി ഈ മരത്തിന്റെ തൈകൾ ഉണ്ടാക്കി ആളുകൾക്ക് വിതരണം ചെയ്തിരുന്നു. മകൾ അച്ഛന്റെ ഈ കൃഷിയിടത്തെ ഇപ്പോൾ ഒരു ഫാമാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. ആപ്പിളിനേക്കാളും മാങ്ങേനേക്കാളും അതുപോലെ നെല്ലിക്കനേക്കാളും വിറ്റമിൻ സിയും അതുപോലെ ഫൈബറും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ ഉള്ളൊരു പഴമാണിത്. നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാവാൻ വേണ്ടി നമുക്കത് കൂടാനൊക്കെ ഉള്ള നല്ലൊരു പഴമാണ്. കാരണം ബ്ലഡ് കൗണ്ട് കൂടാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കത് അങ്ങനെയുള്ള നമ്മൾ ഈ റിസർച്ചിന്റെ കോപ്പീസ് ഉണ്ട്. ഇപ്പോൾ ഈ പഴം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ജസീന. നമ്മളിതിൻ്റെ അച്ചാറ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അച്ചാറ് ഇപ്പം നല്ലതായിരുന്നു. അപ്പോൾ ഒരു 50 കിലോ നമ്മൾ ലോക്കലി അത് വീട്ടിൽ ഉണ്ടാക്കി നമ്മളൊരു 50 കിലോ നമ്മൾ സെയിൽ ചെയ്തു. അപ്പോൾ അത് കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. തേനിലിട്ട് നമ്മൾ നോക്കിയായിരുന്നു, അത് നല്ലതായിരുന്നു. ഫുള്ളായിട്ട് പൗഡർ ഫോമിലേക്ക് ആക്കുന്നൊരു അങ്ങനെ ഇത്. പിന്നെ അതുപോലെ വൈന്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്, അപ്പോൾ അതൊക്കെ എല്ലാം നല്ല സൂപ്പറായിരുന്നു. റബ്ബറിന് ഇടവിളയായി മൂട്ടിപ്പഴം കൃഷി ചെയ്യാമെന്നതാണ് മറ്റൊരു നേട്ടം. കാലാവസ്ഥയും പ്രകൃതിയും അനുകൂലമാണെങ്കിൽ 4 വർഷം കൊണ്ട് ഫലം തരും.